എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഴയ നാണയങ്ങളെക്കുറിച്ചാണ്. ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന നിശ്ചിത മൂല്യമുള്ള മാധ്യമമാണ് നാണയം. പണ്ട് കാലത്ത് നാണയങ്ങൾ കാശ്, ചക്രം, പണം, വരാഹൻ, പവൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഉറുപ്പിക എന്നാൽ രൂപ എന്നർത്ഥം. ഉദാഹരണം, 15 കാ എന്ന് പറഞ്ഞാൽ 15 ഉറുപ്പിക. 150 കാ എന്ന് പറഞ്ഞാൽ 150 ഉറുപ്പിക. കാശ് പലതരത്തിലുണ്ട്. തങ്കക്കാശ്, തങ്കവില, ചെമ്പ് കാശ്, ചില്ലിക്കാശ്, കുതിരക്കാശ് എന്നിങ്ങനെ. ചക്രം, കൊച്ചുചക്രം, അരച്ചക്രം, ഇരട്ടച്ചക്രം എന്നിങ്ങനെ. പണം, അനന്തരാമൻ പണം, വെള്ളിപ്പണം, വെള്ളപ്പണം, കാണിപ്പണം, ദേശപ്പണം എന്നിങ്ങനെ. പവൻ, കോട്ടപ്പവൻ, അറബിപ്പവൻ എന്നിങ്ങനെ. രൂപ, അരരൂപ, കാൽ, 5 പണം. വരാഹൻ, ആനവരാഹൻ, അനന്തവരാഹൻ എന്നിങ്ങനെ. തങ്കപ്പൂവരാഹൻ എന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് അക്കാലത്ത് നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പണ്ട് കാലത്ത് നാണയങ്ങൾ എളുപ്പത്തിനു വേണ്ടി ക്രയവിക്രയം നടത്തുന്നതിനായി ലോഹങ്ങളിലും ശിലകളിലുമായിരുന്നു ഉണ്ടാക്കപ്പെട്ടിരുന്നത്. അണ 1959 വരെ നിലവിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാണയം. ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് 1947 മുതൽ പാകിസ്ഥാനിലും ഇതേ പേരിൽ ഇതേ മൂല്യത്തോടു കൂടിയ ഒരു നാണയം നടപ്പിലായി. ഒരു ബ്രിട്ടീഷ്, അതായത് പഴയ ഇന്ത്യൻ രൂപയുടെ 16ൽ 1 ഭാഗം വിലയാണ് അണയ്ക്കുണ്ടായിരുന്നത്. അണയുടെ 12ൽ 1 ഭാഗമായിരുന്നു ഒരു പൈ. 3 പൈ ചേർന്ന കാലണയ്ക്ക് പൈസ എന്ന് പറഞ്ഞു വന്നു. ഇംഗ്ലണ്ടിൽ നിലവിലിരുന്ന ബ്രിട്ടീഷ് നാണയങ്ങളിൽ ഒരു പെനിയുടെ വിലയോട് അടുത്തു വരും ഒരു അണയുടെ മൂല്യം. 1959 ഇന്ത്യയിൽ ദശാംശ സമ്പ്രദായം ഏർപ്പെടുത്തിയതോടുകൂടി അണ പിൻവലിക്കപ്പെട്ടു. പകരം 100 പൈസ എന്നാൽ 1 രൂപ എന്ന നാണ്യക്രമം നടപ്പിലായി. 6 പുതിയ പൈസ, അതായത് നയാ പൈസ, ഒരു അണയ്ക്ക് തുല്യമായി കണക്കാക്കി വന്നു. അതേസമയം 2 അണയുടെ മൂല്യം 13 നയാ പൈസയുമായിരുന്നു. പഴയ പൈ പൂർണ്ണമായും പിൻവലിക്കപ്പെട്ടപ്പോൾ നയ എന്ന പദം എടുത്തുകളഞ്ഞു. ഇപ്പോൾ പൈസ മാത്രം അവശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ 6 പൈസയ്ക്ക് തുല്യമായിരുന്ന പഴയ ഒരു ഇന്ത്യൻ നാണയമാണ് അണയെന്ന് പറയാം. മുൻ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് സ്വന്തം നാണയങ്ങൾ രൂപ, ചക്രം, കാശ് ഉണ്ടായിരുന്നപ്പോൾ ഒരണയുടെ മൂല്യം ഒരു ചക്രം 12.5 കാശ് ആയിരുന്നു. 1957 മുമ്പ് ഇന്ത്യൻ രൂപ ദശാംശ സമ്പ്രദായം ആയിരുന്നില്ല. AD 1835 മുതൽ 1957 വരെയുള്ള രൂപയെ 16 അണകളായി വിഭജിച്ചു. ഓരോ അണയെയും 4 ഇന്ത്യൻ പൈസകളായും ഓരോ പൈസയും 3 ഇന്ത്യൻ പൈകളായും വിഭജിച്ചു. 1947 പൈ പിൻവലിച്ച് വിലയില്ലാതാക്കി. നാണയ നിർമ്മാണത്തിനുള്ള മെട്രിക് സമ്പ്രദായം സ്വീകരിക്കുന്നതിന് 1955 ഇന്ത്യൻ നാണയ നിയമം ഭേദഗതി ചെയ്തു. പൈസ നാണയങ്ങൾ 1957 അവതരിപ്പിച്ചു. എന്നാൽ 1957 മുതൽ 1964 വരെ നാണയത്തെ നയാ പൈസ എന്നാണ് വിളിച്ചിരുന്നത്. 1964 ജൂൺ 1 നയ എന്ന പദം ഉപേക്ഷിക്കുകയും വിഭാഗത്തെ 1 പൈസ എന്ന് വിളിക്കുകയും ചെയ്തു. ദ ഡെസിമൽ സീരീസിൻ്റെ ഭാഗമായി 1 പൈസ നാണയങ്ങൾ നൽകി. 1 പൈസ നാണയം ചംക്രമണത്തിൽ നിന്ന് പിൻവലിക്കുകയും 2011 ജൂൺ 30 വിലയില്ലാതാക്കുകയും ചെയ്തു. ചക്രം, സർക്കാർ രൂപ എന്നാൽ 28 ചക്രം. 1 പണം എന്നാൽ 4 ചക്രം. 1 സർക്കാർ രൂപ എന്നാൽ 7 പണം. 1 ചക്രം എന്നാൽ 16 കാശ്. 1 അണ 6 പൈസ. ഇന്ത്യൻ 10 പൈസ 2011 വരെ ഇന്ത്യൻ നാണയ വ്യവസ്ഥയുടെ ഒരു ഏകകം ആയിരുന്നു. 2011 25 പൈസ വരെയുള്ള നാണയങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. 2011 ജൂൺ 30 മുതൽ അവ പ്രചാരത്തിലില്ലാതായി.
ഇന്ത്യൻ രൂപയുടെ 10 ആയിരുന്നു ഇതിൻ്റെ മൂല്യം. നിലവിലെ നാണയങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അച്ചടിച്ചത് 1988 ആദ്യമായി പ്രചാരത്തിലായത്. പണ്ട് 10 പൈസ നാണയങ്ങൾ നിലവിൽ വന്നതിന് ശേഷം കാലണയ്ക്ക് കൊള്ളാത്തവൻ എന്നതിന് പകരം 10 പൈസയ്ക്ക് ഗുണമില്ലാത്തവൻ എന്നായി ചൊല്ല്. അത്ര മിടുക്കനല്ലാത്തവന് 10 പൈസയുടെ കുറവുണ്ട് എന്ന ചൊല്ലുമുണ്ടായി പിൽക്കാലത്ത്. 1 പൈസയും 2 പൈസയും 3 പൈസയും 25 പൈസയും അധികകാലം നിലനിന്നില്ല. വിലക്കയറ്റത്തിൻ്റെ കുത്തൊഴുക്കിൽ അവ ഒലിച്ചുപോയി. 5, 10 എന്നീ നാണയങ്ങളും പിൻവലിക്കപ്പെട്ടു. പണവും തിരുവിതാംകൂറും. തിരുവിതാംകൂറിൻ്റെ പണചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ സ്വർണത്തിലധിഷ്ഠിതമായ പണവ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ധർമ്മരാജ എന്നറിയപ്പെട്ട രാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ കമ്മട്ടവും നാണയപ്രചാരണവും നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ജനകീയമായിരുന്നില്ല. എന്നാൽ 1902 നവംബർ 1 മുതൽ ചെമ്പ്, വെള്ളി നാണയങ്ങൾ തിരുവിതാംകൂറിൽ നിലവിൽ വന്നു. 1903 ഇത് പ്രചുര പ്രചാരത്തിലായി. 1902 മുൻപ് ഇത് നിലവിലിരുന്നു എന്ന് പല പരാമർശങ്ങളും ഉണ്ടെങ്കിലും രാജകൽപ്പനയായി കാണുന്ന 2 വർഷങ്ങൾ ഇതാണ്. ചെമ്പിലുള്ള കാശ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും ചെറിയ നാണയം. മൂല്യത്തിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയമായിരുന്നു ഇത്. ചില്ലിക്കാശ് എന്ന പ്രയോഗവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. കാശിനേക്കാൾ ഉയർന്ന മൂല്യമാണ് ചക്രം എന്ന നാണയം. ഒരു കാശ് വില ബ്രിട്ടീഷ് രൂപയുടെ 456 ആയിരുന്നു. 16 കാശ് വിലയുള്ള ഒരു ചക്രവും 8 കാശ് വിലയുള്ള അരചക്രവും 4 കാശ് വിലയുള്ള കാൽചക്രം, 4 ചക്രം വിലയുള്ള ഒരു വെള്ളിഫണം, അതായത് 7 ഫണം ഒരു ബ്രിട്ടീഷ് രൂപയ്ക്ക് സമം എന്ന് സാരം. 7 ചക്രമാണ് വെള്ളി 1/4 രൂപ. 14 ചക്രം വിലയുള്ളതായിരുന്നു വെള്ളി അര-രൂപ. ഒരു ചക്രത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്യാൻ പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ അനുവദിച്ചു. ബ്രിട്ടീഷ് രൂപയോട് കിടപിടിക്കുന്നതിനാണ് തിരുവിതാംകൂറിൽ രൂപാസങ്കല്പം കൊണ്ടുവന്നത്. തിരുവിതാംകൂർ 1/4 രൂപ, അര-രൂപ നാണയങ്ങൾ അങ്ങനെ നിലവിൽ വന്നെങ്കിലും 1 രൂപ നാണയം തിരുവിതാംകൂർ ഇറക്കിയിരുന്നില്ല. ബ്രിട്ടീഷ് കാലത്ത് തിരുവിതാംകൂർ രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന പണമാണ് സർക്കാർ നാണയങ്ങൾ. അര-രൂപയിൽ താഴെയുള്ള നാണയങ്ങൾ നിർമ്മിക്കാൻ മാത്രമേ ബ്രിട്ടീഷുകാരുടെ അനുവാദമുണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂർ പുറപ്പെടുവിച്ച ഏറ്റവും മൂല്യമുള്ള സാധാരണ നാണയം അങ്ങനെ അര-രൂപയായി തുടർന്നു. 1946 വരെ മാത്രമാണ് ഈ അര-രൂപ അടിച്ചിരുന്നത്. എങ്കിലും 1949 വരെ ഈ നാണയം പ്രചാരണത്തിലുണ്ടായിരുന്നു. 1947 ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി തിരുക്കൊച്ചി ഉണ്ടായെങ്കിലും തിരുവിതാംകൂർ നാണയങ്ങൾ ഉടനടി പിൻവലിച്ചില്ല. സാധാരണ ജനജീവിതവും സാമ്പത്തിക ഇടപാടുകളും താറുമാറാക്കാതിരിക്കാനാണ് ഈ നടപടി. നാണയങ്ങളെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് താഴെ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.